നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം മൊഹറം ആഘോഷങ്ങൾക്കിടയിൽ തെക്കൻ മുംബൈയിൽ വലിയൊരു ദുരന്തം ഒഴിവായി എന്നല്ല, മുംബൈ പോലീസ് ഒഴിവാക്കി എന്ന് പറയുന്നതാവും ശരി. മൊഹറം ആഘോഷങ്ങൾ തെക്കൻ മുംബൈയിൽ നടക്കുന്നതിനിടെ വിഷം നിറച്ച ക്യാപ്സ്യൂളുകൾ, പ്രത്യേകമായി പറഞ്ഞാൽ സിങ്ക് ഫോസ്ഫേറ്റ്, എലിവിഷത്തിലൊക്കെ ഉപയോഗിക്കുന്ന രാസവസ്തു നിറച്ച ക്യാപ്സ്യൂളുകൾ വേദന സംഹാരിയാണെന്നുള്ള രീതിയിൽ മൊഹറം വിലാപയാത്രയിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് വിതരണം ചെയ്യുവാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശിയായ ഫയാസ് പ്രേംജി എന്നാണ് ഈ അറസ്റ്റിലായ കുറ്റവാളിയുടെ പേര്. ഈ കുറ്റവാളി ഒരു ഷിയ വിശ്വാസി തന്നെയാണ്. അയാൾ എന്തിനാണിത് ഇതിനെക്കുറിച്ച് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വിശകലനം ആകാം. പോലീസും ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും ഇപ്പോൾ അന്വേഷണത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ATS ആണ് ഇപ്പോൾ പ്രധാനമായും ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഫയാസ് പ്രേംജി എന്ന വ്യക്തി 30,000-ഓളം കാലി ക്യാപ്സ്യൂളുകളും, ഈ ക്യാപ്സ്യൂളുകളുണ്ടല്ലോ പ്ലാസ്റ്റിക് പോലെ അലിഞ്ഞു പോകുന്ന, നമ്മുടെ നാവിൽ അലിഞ്ഞു പോകുന്ന പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയ ക്യാപ്സ്യൂളുകൾ 2 നിറത്തിലിരിക്കുന്നു. കാലി ക്യാപ്സ്യൂളുകളും ഏതാണ്ട് 50 കിലോഗ്രാമോളം സിങ്ക് ഫോസ്ഫേറ്റും ഓർഡർ ചെയ്ത് വരുത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വലിയൊരു കൂട്ടക്കൊലയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശമെന്നുള്ളതാണ് ഇനി പുറത്തു വരുവാനുള്ളത്. പക്ഷേ അത് സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ആ സംശയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പ്രേക്ഷകരെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമീപകാലങ്ങളിൽ ഈ ജെൻസി കലാപം എന്നുള്ള പേരിൽ കുപ്രസിദ്ധമായ വിവിധ കലാപങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നടന്നു. അത് ശ്രീലങ്കയിലാകട്ടെ, നേപ്പാളിലാകട്ടെ, ബംഗ്ലാദേശിലാകട്ടെ. അതേ തുടർന്ന് അവിടെ ഭരണമാറ്റമുണ്ടായി. പക്ഷേ ഈ കലാപങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോയത് അല്ലെങ്കിൽ മറച്ചു വയ്ക്കപ്പെട്ടതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ കലാപങ്ങളിൽ പങ്കെടുത്ത ഈ കലാപങ്ങളുടെ എല്ലാം തുടക്കം വിദ്യാർത്ഥികളിൽ നിന്നായിരുന്നു, ക്യാമ്പസുകളിൽ നിന്നായിരുന്നു. അത്തരത്തിലുള്ള കലാപങ്ങൾ ക്യാമ്പസിന് പുറത്തേക്ക് വ്യാപിച്ച് ഒരു തെരുവുകളിലേക്ക് വ്യാപിച്ച ഒരവസ്ഥയിൽ ആ കലാപത്തിൽ പങ്കെടുത്ത പലരും പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. ഈ 3 രാജ്യങ്ങളിലും അതുപോലെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു സമാന രീതിയിലാണ് ഈ കലാപങ്ങളെല്ലാം വികസിച്ചതും അതിനെ പോലീസ് നേരിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതും അതിനെ തുടർന്ന് കലാപങ്ങൾ കത്തിപ്പടർന്ന് ഒടുവിൽ ഭരണമാറ്റത്തിലെത്തി നിന്നതും. പക്ഷേ ഈ പോലീസ് വെടിവെപ്പിനെ സംബന്ധിച്ച് ഈ രാജ്യങ്ങൾ ഇപ്പോഴും പുറത്തുവിടാത്ത, എന്നാൽ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചറിഞ്ഞ ചില വസ്തുതകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ഈ കലാപങ്ങളിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നുള്ള അവകാശവാദമുണ്ടല്ലോ, അത് പൂർണ്ണമായും തെറ്റാണ്. പലരും കൊല്ലപ്പെട്ടു എന്നുള്ള അവകാശവാദം പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ കൊല്ലപ്പെട്ടവരിൽ പലരും കലാപത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നവരല്ല, പിൻനിരയിൽ, അതായത് ഒരു ജനക്കൂട്ടത്തിൻ്റെ പിൻനിരയിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മധ്യനിരയിൽ ഉണ്ടായിരുന്നവരാണ്. അവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ളത്, അവരിൽ ഭൂരിഭാഗം പേരും തലയ്ക്ക് വെടിയേറ്റാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതും തലയ്ക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുള്ള അവരിൽ പലരുടെയും തലയിൽ തറച്ച് കയറിയിരിക്കുന്നത് 7.06 mm എന്ന ഒരു വ്യാസമുള്ള അല്ലെങ്കിൽ ഒരു വിസ്തൃതിയുള്ള അളവിലുള്ള ബുള്ളറ്റാണ്. ഈ ബുള്ളറ്റ് സാധാരണഗതിയിലുള്ള വ്യക്തികൾ തോക്കുകളിൽ ഉപയോഗിക്കാറില്ല, എന്തിന് പോലീസ് പോലും ഉപയോഗിക്കാറില്ല. നാറ്റോ സഖ്യകക്ഷികളുടെയൊക്കെ സ്നൈപ്പർമാരുണ്ടല്ലോ, ദൂരെ നിന്ന് ആളുകളെ വെടിവെച്ച് ഇടുന്ന ആളുകൾ, അവരാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ല, ഈ 7.06 mm ബുള്ളറ്റ് അല്ലാത്ത സ്ഥലങ്ങളിൽ 7.08 mm ബുള്ളറ്റുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരുടെ തലയിൽ നിന്ന്. ഈ വെടിയേറ്റ് മരിച്ചവരുടെ ശിരസിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള അത്തരം ബുള്ളറ്റുകളാണ്. ഇത് ദീർഘദൂരത്തേക്ക് നിറയൊഴിക്കുവാൻ ഉപയോഗിക്കുന്ന തോക്കുകൾ, റെമിങ്ടൺ പോലുള്ള തോക്കുകളിൽ ആടുകളെയും, എൽക്കെന്ന് പറയുന്ന ജീവി, ആടിൻ്റെ മറ്റൊരു അവസ്ഥാന്തരം, ആടിൻ്റെയും ഒരു മാനുകളുടെയും ഒക്കെ ഒരു അവസ്ഥാന്തര രൂപം, വലിയ വരയാടുകളെയും ഒക്കെ വേട്ടയാടുവാൻ അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്ന തോക്കുകളിലും ഈ നിറയൊഴിക്കുവാൻ സാധിക്കുന്ന, ദീർഘദൂരത്തേക്ക് ലക്ഷ്യത്തിലേക്ക് നിറയൊഴിക്കുവാൻ സാധിക്കുന്ന തോക്കുകളിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റാണ് ഈ 7.08. ഇത്തരം ബുള്ളറ്റുകളാണ് അവരുടെ ശിരസിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിടാത്ത, എന്നാൽ അടുത്ത സ്രോതസ്സുകളോട് മാത്രം വെളിപ്പെടുത്തിയ ഒരു രഹസ്യമെന്നുള്ളത്, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള നടപടികളുണ്ടായിരുന്നു. ഈ കലാപങ്ങളൊന്നും സ്വാഭാവികമായി ഉണ്ടായി വന്നതല്ല. കൃത്യമായിട്ട് ചില സംഘടനകളെ പെട്ടെന്ന് ഒഴിവാക്കിയെടുത്ത്, അല്ലെങ്കിൽ നേരത്തെ തളർന്നു കിടന്നിരുന്ന, ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ചില സംഘടനകളെ പൊടിതട്ടിയെടുത്ത് തെരുവിലേക്ക് ഇറക്കി കലാപങ്ങളുണ്ടാക്കി ഭരണമാറ്റം ഉണ്ടാക്കുകയായിരുന്നു. ഡീപ്പ് സ്റ്റേറ്റ് ആകാം, അമേരിക്കയാകാം, ആരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമായതിനാൽ
പത്രത്താളുകളിലോ മാധ്യമങ്ങളിലോ പരസ്യമായി നിങ്ങൾ ഈ വാർത്തകൾ വായിക്കുവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ തത്വമയി ന്യൂസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് എന്ന് പ്രേക്ഷകർക്ക് കരുതാം. ഇനി മുഹറം ആഘോഷങ്ങൾക്കിടയിൽ വിലാപയാത്രക്കിടയിലുള്ള ഈ ഒരു കൂട്ടക്കൊല ശ്രമത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ളൊരു അയാളുടെ പദ്ധതി, അതിലൊരു 100 ആളുകളെങ്കിലും 100 പേരെങ്കിലും ഈ വിഷ ക്യാപ്സ്യൂളുകൾ കഴിച്ച് മരിച്ചിരുന്നെങ്കിൽ, അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? രാജ്യമാകമാനം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനുള്ള ഒരു സാധ്യത അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെങ്കിലും പല ഭാഗങ്ങളിലും കലാപശ്രമങ്ങൾ നടന്നതിനെ അടിച്ചമർത്തുവാനുള്ള ശേഷി നമ്മുടെ ഭരണകൂടത്തിനുണ്ട്, അതിനുള്ള ശക്തി ഭരണകൂടത്തിനുണ്ട് എന്നുള്ളതെല്ലാം വാസ്തവം. പക്ഷേ അടിച്ചമർത്തണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഭരണകൂടത്തെ എത്തിക്കുന്ന ഒരവസ്ഥയിൽ അല്ലാകും കാര്യങ്ങൾ. കാരണം 100 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. BJP-ക്കാരാണ് കൊന്നത് എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നു. BJP-ക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. BJP ഓഫീസുകളും RSSൻ്റെ ശാഖകളും ആക്രമിക്കപ്പെടുന്നു. ഹിന്ദു മന്ദിരങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെല്ലാം അടിച്ചമർത്തുവാൻ നിയമ സംവിധാനങ്ങൾ ഇറങ്ങിയാൽ ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരപ്പെടും. ഭാരതത്തിൽ ആഭ്യന്തര സുരക്ഷ അല്ലെങ്കിൽ ആഭ്യന്തര നില ഭദ്രമല്ല, പൂർണ്ണമായും തകർന്നിരിക്കുന്നു, മോദി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി ആ കലാപങ്ങൾ ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും എങ്ങനെ വികസിച്ചോ അത്തരത്തിൽ വികസിക്കുവാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനെ സംബന്ധിച്ച് ചില മാധ്യമപ്രവർത്തകരുമായിട്ട്, ഉത്തരേന്ത്യയിലുള്ള മാധ്യമപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, CAA വിരുദ്ധ സമരത്തിൻ്റെ സമയത്ത് ഡൽഹിയിൽ കലാപമുണ്ടായത് ട്രംപിൻ്റെ സന്ദർശന സമയത്താണ്. ആ അവസരത്തിൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പോലീസിനൊരു നിർദ്ദേശം നൽകിയിരുന്നു, എന്ത് പ്രകോപനമുണ്ടായാലും സമരക്കാർക്ക് നേരെ ഒരു കാരണവശാലും നിറയൊഴിക്കരുത്. കാരണം വിദേശ മാധ്യമങ്ങളിൽ പലരും നേരത്തെ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടുകളിൽ ഇനി മരണസംഖ്യ മാത്രം കൂട്ടിച്ചേർത്താൽ മതി എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് നേരത്തെ വിവരം നൽകിയതനുസരിച്ച് ഒരു തരത്തിലുള്ള പ്രകോപനത്തിന് നേരെയും നിറയൊഴിക്കുക എന്നുള്ള നടപടി സ്വീകരിക്കരുത് എന്ന വ്യക്തമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. അതേ തുടർന്നാണ് അത്തരത്തിൽ കുറച്ച് രൂക്ഷമായി കണ്ടപ്പോൾ നമുക്കൊക്കെ അസ്വസ്ഥത തോന്നുന്ന തരത്തിൽ റെഡ് ഫോർട്ടിൻ്റെ മുകളിൽ കയറി ഖാലിസ്ഥാനി പതാക സ്ഥാപിക്കുന്ന അക്രമിയൊക്കെ നാം കാണേണ്ടി വന്നത്. നിറയൊഴിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ രാജ്യാന്തര തലത്തിൽ ഭാരതത്തിന് മേൽ ശക്തമായ ആക്ഷേപങ്ങളും ആക്രമണങ്ങളും മാധ്യമങ്ങൾ നടത്തിയതിനെ, ഭരണകൂടങ്ങൾ വരെ ചിലപ്പോൾ ഭാരതത്തിന് നേരെ ഔദ്യോഗികമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിന്. ഇതുതന്നെയായിരുന്നു കർഷക സമര സമയത്തും അവരുടെ പദ്ധതി. 60ഓളം ആംബുലൻസുകൾ വെടിയേറ്റ് മരിക്കുന്ന കർഷകരുടെ മൃതദേഹങ്ങളുമായി വിലാപയാത്ര നടത്തുവാനുള്ള തയ്യാറെടുപ്പിൽ ആ പ്രദേശത്തുണ്ടായിരുന്നു. കർഷകർ തന്നെ, രാജേഷ് തിക്കാവത്തിനെ പോലുള്ള പലരും അമർഷത്തോടു കൂടി തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് പോലീസ് ഞങ്ങൾക്ക് നേരെ നിറയൊഴിക്കുന്നില്ല, ഞങ്ങൾക്ക് നേരെയല്ല കർഷകർക്ക് നേരെ നിറയൊഴിക്കുന്നില്ല എന്ന ഒടുവിൽ ചോദിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പക്വത. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ മുഹറം ആഘോഷങ്ങളുടെ ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രകടനം, പരസ്യ പ്രകടനം, ആഘോഷങ്ങളല്ല വിലാപയാത്രയാണ്. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള ഈ ഷിയ വിഭാഗം, അവരുടെ ഇടയിൽ ഒരു 100-500 പേർ ഇത്തരത്തിലുള്ള വിഷബാധയാൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അക്രമാസക്തമായിരിക്കും. ആ അക്രമത്തിന് നേരെ ഇത്തരത്തിലൊരു പക്വതയോടെ ഉള്ളൊരു നിയമപാലന സംവിധാനത്തിൻ്റെ ഒരു കൈകാര്യം ചെയ്യുന്ന രീതി ഫലപ്രദമാകുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ നിറയൊഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ അക്രമികളെ അടിച്ചമർത്തേണ്ടി വരും. അത് ലോക മാധ്യമങ്ങളിൽ ശ്രദ്ധയാവും. അത്തരത്തിലുള്ള ഏതെങ്കിലും പദ്ധതിയുടെ ഭാഗമായിരുന്നോ ഈ ഫയാസ് പ്രേംജി എന്ന ഈ അക്രമി? അയാൾ ഭീകരവാദിയാണോ അല്ലെങ്കിൽ മാനസിക രോഗിയാണോ എന്നുള്ളതെല്ലാം ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. മാനസിക രോഗിയാണെന്ന് അയാളെ കണ്ടിട്ട് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ചില വർഷങ്ങളായി ഇയാളുടെ ബന്ധുക്കളെല്ലാം ഇറാനിൽ താമസിക്കുന്നുണ്ട്, പെങ്ങൾ ഇറാനിൽ താമസിക്കുന്നുണ്ട്. ഇയാൾ ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ നിരവധി തവണ സന്ദർശിച്ച് മടങ്ങിയെത്തിയിരുന്നു. ഇയാൾ ഏതെങ്കിലും ഭീകരവാദ സംഘടനയുടെ സ്ലീപ്പർ സെല്ലാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇയാളുടെ ഒരു സഞ്ചാരമാർഗ്ഗങ്ങളും ഇയാളുടെ കുടുംബം ഇറാനിലുണ്ട് എന്നുള്ള വസ്തുതകളും എല്ലാം കണക്കിലെടുത്ത് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഏജൻറ്റുമാർ ഇയാളെ ഒരു കയ്യാളാക്കി ഭാരതത്തിൽ ഇതുവരെ പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ട ജെൻസി കലാപത്തിൻ്റെ മറ്റൊരു രൂപം ആളിക്കത്തിക്കുവാനുള്ള ശ്രമമായിരുന്നു ഇത് എന്നുള്ളതെല്ലാം
ഇനി അറിയേണ്ട കാര്യങ്ങളാണ്. രഹസ്യാന്വേഷണ ഏജൻസികൾ തീർച്ചയായും അതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ATS, മുംബൈ ATS അത് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വിവരങ്ങൾ പുറത്തു വരും. ഫയാസ് പ്രേംജി ഒരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാവുന്ന പ്രാഥമിക വിവരങ്ങൾ. മുംബൈ പോലീസ് പുറത്തുവിട്ട വിവരങ്ങളല്ല, അതിനും അപ്പുറത്തേക്ക് രഹസ്യാന്വേഷണ ഏജൻസികളിലുള്ള നമ്മുടെ സ്രോതസ്സുകൾ നമ്മളോട് പറയുന്നത് ഒരുപക്ഷെ ഇതൊരു ഡീപ് സ്റ്റേറ്റിൻ്റെ മറ്റൊരു കൈക്രിയയാകാം, മറ്റൊരു ശ്രമമാകാം. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടർന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഉത്സവങ്ങളുടെ ഇടയിൽ, ആഘോഷങ്ങളുടെ ഇടയിൽ ജാഗ്രത പാലിക്കുക. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ രാജ്യത്ത് എങ്ങനെയെങ്കിലും വലിയ കലാപങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും അവ തുടർന്നുകൊണ്ടേയിരിക്കും. തത്വമയി ന്യൂസ് പ്രേക്ഷകരോട് പലപ്പോഴും ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പലപ്പോഴായി മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. 2026 ഒട്ടും സുഖകരമായൊരു വർഷമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിതാന്ത ജാഗ്രത പുലർത്തുക. ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവം നിങ്ങൾക്കൊരു ചെറിയ സംശയമെങ്കിലും തോന്നിയാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ NIAയ്ക്കൊരു ഇമെയിൽ അയയ്ക്കുക. വെറുതെ നിങ്ങൾക്ക് തോന്നിയ മണ്ടത്തരമാണെങ്കിൽ മണ്ടത്തരമായി കൊള്ളട്ടെ, അവർ അവഗണിച്ച് വിട്ടോട്ടെ. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഒരു സംശയം തോന്നിയാൽ ചിലപ്പോൾ ആ ഒരു സംശയം ഇത്തരത്തിലുള്ള വലിയ കലാപങ്ങളെ ഒഴിവാക്കുവാനുള്ള ഒരു സാധ്യതയായി തെളിഞ്ഞു വന്നേക്കാം, അല്ലെങ്കിൽ അതിനുള്ള കാരണമായി മാറിയേക്കാം. ഇനി ഒന്നും നടന്നില്ല, വെറുതെ ആയിരുന്നു, നിങ്ങൾക്കൊരു തോന്നലായിരുന്നു, ഒന്നും നഷ്ടപ്പെടാനില്ല, നിങ്ങൾക്ക് ആരും അറിയാൻ പോകുന്നില്ല. നിങ്ങൾ അയച്ച ഇമെയിലോ നിങ്ങൾ വിളിച്ച ഫോൺ കോളോ നിങ്ങൾ മറ്റാരോടും പറയണ്ട, അങ്ങനെ വിചാരിച്ചാൽ മതി. അത്രയെങ്കിലും നമുക്ക് രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഭാരതീയരാണ് എന്ന അഭിമാനത്തോടെ ജീവിച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് തത്വമയി ന്യൂസിന് പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിതാന്ത ജാഗ്രത പുലർത്തുക. മുംബൈ പോലീസ് പൂനെ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഇയാൾ പൂനെ സ്വദേശിയാണ്. കൃത്യമായ ആസൂത്രണവും ഇയാളുടെ പശ്ചാത്തലത്തിലുണ്ട്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതും ഞാൻ പറയാം. മുംബൈ പോലീസ് കൃത്യതയോടുകൂടി ജാഗരൂകരായി ആഘോഷങ്ങളെ നിരീക്ഷിച്ചതുകൊണ്ട്, അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടുമാണ് ഈ വ്യക്തിയുടെ ഇത്തരത്തിലൊരു കൂട്ടക്കൊലയ്ക്കുള്ള ശ്രമം കൃത്യസമയത്ത് തടയുവാൻ സാധിച്ചത്. ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ഗുളിക കഴിച്ച് അസ്വസ്ഥതകളുണ്ടായി ആശുപത്രിയിൽ പ്രവേശിക്കേണ്ട അവസ്ഥ വന്നത്. ഈ വേദന സംഹാരികൾ എന്നുള്ള രീതിയിലാണ് ഇയാളിത് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. വേദന സംഹാരി എന്തിനാണ്? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഷിയയുടെ ഉത്സവത്തിൻ്റെ ഇടയിൽ ചാട്ടയുടെ അറ്റത്ത് കത്തി കെട്ടിയിട്ട് സ്വന്തം ദേഹം അടിച്ചു മുറിവേൽപ്പിക്കുന്ന ഒരു വിലാപയാത്രയാണത്. ആ വേദന, മൂർച്ചയുള്ള കത്തികളാണ്, പല കത്തികൾ, ചിലർ ഒരു കയറിൻ്റെ അറ്റത്ത് പല ശാഖകളായി കത്തികൾ കെട്ടിയിട്ട് അടിച്ച് വരഞ്ഞു മുറിക്കും സ്വന്തം ശരീരം. ആ വേദനയിൽ നിന്ന് ഒരല്പം ആശ്വാസം ലഭിക്കുവാനുള്ള ഗുളികകളാണെന്നുള്ള മട്ടിലാണ് ഇയാൾ വിതരണം ചെയ്യുവാനിരുന്നത്. ഒരാൾക്ക് ആ വേദന സംഹാരി എന്നുള്ള രീതിയിൽ ഈ വിഷം നിറച്ച ക്യാപ്സ്യൂൾ, സിങ്ക് ഫോസ്ഫേറ്റ് നിറച്ച ക്യാപ്സ്യൂൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു ആസൂത്രണമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇനി പൂനെ സ്വദേശിയായി ഫയാസ് പ്രേംജി ആദ്യം പ്രദേശത്ത് വന്ന് തെക്കൻ മുംബൈയിലെത്തി. അതിന് തെക്കൻ മുംബൈയുടെ പുറം ഭാഗങ്ങളിലുള്ള ഒരു ഡോർമെട്രിയിൽ താമസിച്ച് ഈ ആഘോഷങ്ങളുടെ തലേ ദിവസം തെക്കൻ മുംബൈയിലുള്ളൊരു ഹോട്ടലിലേക്ക് താമസം മാറുകയായിരുന്നു. ഒരു മാനസിക രോഗിയുടെ പ്രവർത്തികളല്ല അയാളുടെ ഈ ഒരു നടപടിക്രമങ്ങളിൽ നമുക്ക് ദൃശ്യമാകുന്നത്. കൃത്യമായ ആസൂത്രണത്തോടുകൂടി ചെയ്യുവാൻ ശ്രമിച്ച ഒരു കൂട്ടക്കൊലയിലേക്കുള്ളൊരു ശ്രമമായിരുന്നു, അല്ലെങ്കിൽ നടപ്പാക്കുവാൻ ശ്രമിച്ചൊരു കൂട്ടക്കൊല ശ്രമമാണ് നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത്. പോലീസിൻ്റെയും അഭിപ്രായം അതുതന്നെയാണ്. മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ചെയ്തതാണ് എന്നുള്ള വാദങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുവാൻ സാധ്യതയില്ല. ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനകളുണ്ട് എന്നുള്ള ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നു. പ്രേക്ഷകരോട് വീണ്ടും പറയുന്നു, ഇനിയും തുടരെ നാടിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ ഡീപ്പ് സ്റ്റേറ്റും ഭീകരവാദികളും തുടർന്നുകൊണ്ടേയിരിക്കും. ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന വിവരങ്ങൾ അപ്പോൾ അധികൃതരെ അറിയിക്കുക. നിങ്ങളുടെ കടമകൾ നിർവഹിക്കുക. ഭാരതത്തെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഭാരതീയരുടെ ഒരു ശക്തിയും തിരിച്ചുവരവിനുള്ള ശേഷിയും ഒന്നും ഞാൻ സംശയിക്കുന്നില്ല. പക്ഷേ ഒരു ജൻസി കലാപം ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള വാശിയിൽ പല ശക്തികളും ഭാരതത്തിന് പുറത്തും ചില ശക്തികൾ ഭാരതത്തിനകത്തുമുള്ളപ്പോൾ, നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളവർ തന്നെ അത്തരമൊരു കലാപത്തിന് ആറ്റുനോറ്റ് കാത്തിരിക്കുമ്പോൾ അങ്ങനെയേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? പരമേശ്വരൻ രക്ഷിക്കട്ടെ. അപ്പോൾ പ്രേക്ഷകരുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രതികരണങ്ങളായി കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.